ആനന്ദകുമാർ സാറ് അനന്തകൃഷ്ണനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം നമ്മുടെ ജില്ലാ സെക്രട്ടറി, അടുത്ത സെക്രട്ടറിയാണ്. സെക്രട്ടറിക്ക് കുറേ പ്രൊജക്റ്റുകളുണ്ട്. ഇതുകൊണ്ട് ആനന്ദകുമാർ സാറും നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ കമ്മിറ്റി അംഗങ്ങളും ഞങ്ങളെപ്പോലുള്ള സന്നദ്ധ സംഘടനകളെ ഇതിലോട്ട് ഉപയോഗിക്കുകയായിരുന്നു. ആ നാഷണൽ NGO കോൺഫെഡറേഷനിൽ ആനന്ദകുമാർ സാറ് നിർദ്ദേശിച്ച കൺസൾട്ടിങ് ഏജൻസിയിലേക്ക് നമ്മൾ പണമടച്ചു. നമുക്ക് 375 ടൂ വീലർ ലഭിക്കാനുണ്ട്. അതേപോലെ തന്നെ 68ഓളം ലാപ്ടോപ്പുകൾ ലഭിക്കാനുണ്ട്. നമസ്കാരം. സംസ്ഥാനത്ത് നടന്ന പകുതി വില തട്ടിപ്പിൽ നിരവധി പേരാണ് പെട്ടുപോയിരിക്കുന്നത്. സാധാരണക്കാർ മുതൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർ, അതായത് കോടിക്കണക്കിന് രൂപയുടെ, ഏകദേശം 1000-ൽ പരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പിൽപ്പെട്ട നിരവധി സന്നദ്ധ സംഘടനകളുമുണ്ട്. ഈ സന്നദ്ധ സംഘടനകളിലെ ഭാരവാഹികൾ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ സത്യത്തിലെ ഈ തട്ടിപ്പിൽ പ്രധാനമായി ഇടനിലക്കാരനായി നിന്നിരിക്കുന്നത് ആനന്ദകുമാർ തന്നെയാണോ? ഞാൻ ട്രാവൻകൂർ അഗ്രി ലൈവ്സ്റ്റോക്ക് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു എന്ന് ആനന്ദകുമാർ സാർ പറഞ്ഞു. അങ്ങനെ നബാർഡിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എറണാകുളത്തൊരു മീറ്റിങ്ങിന് പോയി. അവിടെ വെച്ച് ആനന്ദകുമാർ സാറ് ധാരാളം മന്ത്രിമാർ, MLA-മാർ, MP-മാർ, പിന്നെ റിട്ടയർഡ് ജഡ്ജി തുടങ്ങിയവരെയൊക്കെ അവിടെ വന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന സായിഗ്രാമാണ്. സായിഗ്രാമിൻ്റെ ഗ്ലോബൽ ചെയർമാനാണ് ആനന്ദകുമാർ സാർ വന്നു. ആനന്ദകുമാർ സാറ് നാഷണൽ NGO കോൺഫെഡറേഷന് നേതൃത്വം കൊടുക്കുന്നു എന്നും പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനയും ശാക്തീകരിച്ച് ആനന്ദകുമാറിൻ്റെ സംഘടനയോടൊപ്പം നമ്മളെയും വളർത്തും. ആ സന്നദ്ധ സംഘടനയുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയിൽ ചെറിയൊരു സംഘടനയായ സന്നദ്ധ സംഘടന ഞങ്ങളും അഫിലിയേറ്റ് ചെയ്തു, മെമ്പർഷിപ്പെടുത്തി. അങ്ങനെ കുറേ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുമ്പോഴാണ് ഒരു ദിവസം ജില്ലാ കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞത്, ആനന്ദകുമാർ സാറ് അനന്തകൃഷ്ണനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം നമ്മുടെ ജില്ലാ സെക്രട്ടറി, അടുത്ത സെക്രട്ടറിയാണ്. സെക്രട്ടറിക്ക് കുറേ പ്രൊജക്റ്റുകളുണ്ട്. നമുക്ക് നാഷണൽ NGO കോൺഫെഡറേഷൻ ഈ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് പാവങ്ങളുടെ, ദരിദ്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അവരാദ്യമായി ഒരു മൈക്രോ അപ്പാരൽ ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് നമുക്ക് തന്നത്. അതിൽ സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ള പാവങ്ങളായ വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള വനിതകളെ ഈ പ്രോജക്റ്റിലേക്ക് കണ്ടുപിടിക്കുകയും അവരിൽ നിന്ന് 50% വാങ്ങി 50% പണം വാങ്ങി ഈ പ്രോജക്റ്റിലെ അവർ നിർദ്ദേശിക്കുന്ന ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയുടെ അക്കൗണ്ടിലോട്ട് കൊടുക്കണം. നിങ്ങൾക്ക് കൃത്യമായും ആ മെറ്റീരിയൽ നിങ്ങൾക്ക് അവിടെ വരും, നിങ്ങളതിനെ വിതരണം ചെയ്യണം. അങ്ങനെ ഞങ്ങൾ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട സ്ത്രീകളെ സെലക്ട് ചെയ്തു. ഞങ്ങളൊരു 4 ഘട്ടമായിട്ട് തയ്യൽ മെഷീൻ ഞങ്ങൾ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി അടച്ചു. അത് കൃത്യമായി നമുക്ക് തയ്യൽ മെഷീൻ വന്നു. ഞങ്ങൾ സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ കൊടുത്തു. അവരെ തയ്യൽ മെഷീൻ മാത്രമല്ല, ഇനി അവർക്ക് തയ്ക്കുവാനുള്ള തുണിത്തരങ്ങളും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൈക്രോ അപ്പാരൽ ക്ലസ്റ്റർ രൂപീകരിച്ചു. അങ്ങനെ പ്രവർത്തിച്ച് ആരംഭിച്ച് വരുമ്പോൾ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവന് പഠിക്കാൻ ആവശ്യമായ ഒരു മെറ്റീരിയൽ എന്ന നിലയിൽ ലാപ്ടോപ്പ് പകുതി വിലയ്ക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ കമ്പനിയിലെ ഷെയർ ഹോൾഡർമാരെ അറിയിക്കുകയും അവരുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി, ഡിജിറ്റൽ ഗ്രാമത്തിൻ്റെ ഭാഗമായി ലാപ്ടോപ്പ് വിതരണം ആരംഭിക്കുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലാപ്ടോപ്പിന് അവർ നിർദ്ദേശിച്ച പണം വാങ്ങി ആ നാഷണൽ NGO കോൺഫെഡറേഷനിലെ ആനന്ദകുമാർ സാറ് നിർദ്ദേശിച്ച കൺസൾട്ടിങ് ഏജൻസിയിലേക്ക് നമ്മൾ പണമടച്ചു. അങ്ങനെ നമുക്ക് ലാപ്ടോപ്പ് കിട്ടി. ഞാനൊരു 5 ഘട്ടം ലാപ്ടോപ്പ് കൊടുത്തു. നമ്മൾ അവിടുത്തെ പൈസ എല്ലാം കൃത്യമായി പോയി. 5 ഘട്ടമായി നമുക്ക് ഏകദേശം 300ഓളം ലാപ്ടോപ്പുകൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. നിലവിൽ താങ്കളുടെ കീഴിൽ എന്തൊക്കെ സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട്? അങ്ങനെ വരുമ്പോഴാണ് അടുത്ത് വന്നതാണ് വനിതകൾക്ക് 2 വീലർ. ഇന്ത്യയിലെ വനിതകളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് 2 വീലർ യാത്രാക്ലേശം അനുഭവിക്കുന്നവരാണ്. അവിടെ യാത്രാക്ലേശം അനുഭവിക്കുന്നവരിൽ നിന്നും അതിന് മാറ്റുന്നതിനും പിന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായും വനിതകൾക്ക് 2 വീലർ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 വീലറിന് വനിതകളുടെ
ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തു. എനിക്കൊരു 132 2 ഘട്ടമായി 132 ടു വീലറുകൾ ലഭിച്ചു. ഞങ്ങളത് കൊടുത്തു, കൃത്യമായി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും ടു വീലറിന് ആപ്ലിക്കേഷൻ എടുക്കുകയും ഞങ്ങൾ ടു വീലറിനും ലാപ്ടോപ്പിനുമായി ഏകദേശം 3 കോടി രൂപ ഞങ്ങളുടെ സംഘടന പിരിച്ച് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് 375 ടു വീലർ ലഭിക്കാനുണ്ട്. അതേപോലെ തന്നെ 68ഓളം ലാപ്ടോപ്പുകൾ ലഭിക്കാനുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ ലഭിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴാണ് അടച്ചത്, ഞങ്ങളിപ്പോഴാണ് അടച്ചത്. ഇനി 6 മാസമാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് 3 മാസമേ ആയുള്ളൂ അടച്ചിട്ട്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 1-ാം തീയതി നമുക്കറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ അറസ്റ്റിലായെന്ന്. അപ്പോൾ ചീഫ് കോർഡിനേറ്റർ അറസ്റ്റിലായെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരക്കിയപ്പോൾ ആദ്യം സീഡ് സെൻറ്ററിൽ ആൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു. അപ്പോൾ സീഡുമായിട്ട് നമുക്കൊരു ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മളിത് ബാധിക്കില്ല എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അതല്ല, ഇപ്പോൾ അത് ഞങ്ങളെയും ബാധിച്ചു. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആനന്ദകുമാർ സാറും നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ കമ്മിറ്റി അംഗങ്ങളും ഞങ്ങളെപ്പോലുള്ള സന്നദ്ധ സംഘടനകളെ ഇതിലോട്ട് ഉപയോഗിക്കുകയാണ്. ഞങ്ങൾക്കിത് അറിയില്ല. ഞങ്ങൾ കൊടുത്ത പ്രോജക്റ്റുകളെല്ലാം കിട്ടിയപ്പോൾ കൂടുതൽ ഗുണഭോക്താക്കൾ നമ്മളെ തേടി വരികയും നമ്മൾ അവരിൽ നിന്നും സാമ്പത്തികം വാങ്ങി അവർക്ക് കൊടുക്കുകയും ചെയ്തു. എന്തെങ്കിലും ലാഭം അതിലുണ്ടായി? ഞങ്ങളോട് ആദ്യത്തെ വർഷം ഞങ്ങൾ 2022-ലാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പോൾ 2022-ൽ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത്, ഞങ്ങളോട് 2022-ൽ ഞങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായിട്ട് 2% തുക നിങ്ങളുടെ തരുമെന്ന്. അങ്ങനെ ആ വർഷം മാർച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ എത്രയാണോ അടച്ചിട്ടുള്ള തുകയുടെ 2% കണക്കാക്കുകയും അതിൽ നിന്ന് 15% TDS പിടിച്ചിട്ട് ബാക്കി തുക നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നു. ഈ പണം ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ ഘട്ടവും ഈ ലാപ്ടോപ്പ് വിതരണവും ടു വീലർ വിതരണം നടത്തുമ്പോൾ വലിയ പരിപാടികൾ വയ്ക്കും. സമൂഹത്തിൽ വലിയ ഉന്നതരെ വിളിച്ചാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിക്കൊക്കെ നടത്തുന്നതിന് ആവശ്യമായ തുക ഇതിൽ നിന്നാണ് നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ 2003-ൽ പ്രോജക്റ്റ് വന്നപ്പോൾ നമുക്ക് 1 രൂപയും കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. 4ാമത്തെ പ്രോജക്റ്റ് ഇതാ വരുന്നു. ഇതിന് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് അല്ലാതെ നമുക്ക് 1 രൂപയും കിട്ടിയിട്ടില്ല. നമുക്കൊരു 3 കോടി രൂപ എനിക്ക് നമ്മുടെ സംഘടനയ്ക്കും തിരുവനന്തപുരം ജില്ലയിൽ ഒരു 6-6.5 കോടി രൂപയുടെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടാനുണ്ട്. ഞങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങൾ അവരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. ആ പണം ഒരു ടു വീലർ വാങ്ങാൻ സ്വന്തമായിട്ട് ഒരുമിച്ച് പൈസ എടുത്ത് വാങ്ങാൻ കഴിവില്ലാത്ത ചെറുകിട പരിപാടികളൊക്കെ ചെയ്യുന്ന, ചെറിയ ജോലികൾ ചെയ്യുന്ന, തയ്യൽ യൂണിറ്റ് നടത്തുന്ന ഈ പാവപ്പെട്ട സ്ത്രീകൾ അവർ കഷ്ടപ്പെട്ടുണ്ടായ പണമാണ് നമ്മളെ കൊണ്ടടച്ചത്. ആ പണം അവർക്ക് തിരിച്ചു കൊടുക്കണം. ഒന്നുകിൽ നമുക്ക് ടു വീലറായി കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ അവർക്ക് ഈ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയണം. ഈ വാങ്ങിയ പൈസ നമ്മൾ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ കൊടുക്കണം എന്നതാണ് നമ്മുടെ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ ആവശ്യം. അതിന് ആനന്ദകുമാർ സാറ് നേതൃത്വം ഏറ്റെടുത്ത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ലഭിക്കാനുള്ള 6 കോടി രൂപയുടെ ആനുകൂല്യങ്ങളും നമുക്ക് തിരികെ ലഭിക്കണം. ഇതിനുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യും. നിലവിൽ നമ്മൾ IG-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, കൺസേൺഡ് DSP-കൾക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനിലെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ കോടതിയുമായിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. എന്ത് വിധേനയും ഈ പാവങ്ങളുടെ കാശ് വാങ്ങി കൊടുക്കാനുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.